السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ്സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന റിസാലയുടെ വിശദീകരണമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ അവിടെ പിന്നെ ഉപമകൾ പറഞ്ഞുകൊണ്ടോ ഖിയാസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയെ ഹവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അതിനെ നിഷേധിക്കലോ അതിനെതിരിൽ പറയലോ അഹ്ലുസുന്നയുടെ നിലപാടല്ല എന്നും, മറിച്ച് അഹ്ലുസുന്നയുടെ നിലപാട് ഇത്തിബാഉം ഹവയെ ഉപേക്ഷിക്കലുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ളത്. അതിനുശേഷം അഹ്ലുസുന്നയെ ഇതര ബിദ്അത്തിൻ്റെ കക്ഷികളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിലുള്ള ഈമാൻ, അതിൻ്റെ ഖൈറിലും ഷർറിലുമുള്ള അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിഷയത്തിലെ അഹ്ലുസുന്നയുടെ നിലപാടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വമിനസ്സുന്നത്തി ലാസിമ, നേരത്തെ പറയപ്പെട്ട അസ്സുന്ന, ആ സുന്നത്തിലെ അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന ആളുകളുടെ ലാസിമായ അനിവാര്യമായ സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലെ, നബി പഠിപ്പിച്ച അഖീദയിലെ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച അഖീദയിലെ അതിപ്രധാനപ്പെട്ട ലാസിമായ കാര്യമാണ് അല്ലത്തി മൻ തറക മിൻഹാ ഖസ്ലതൻ, അതിൽ നിന്ന് ആരെങ്കിലും വല്ലതും ഉപേക്ഷിച്ചാൽ ലം യഖ്ബൽഹാ വയുമിൻ ബിഹ, അത് അംഗീകരിക്കാതിരിക്കുകയും അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ ലം യകുൻ മിൻ അഹ്ലിഹ, അവൻ അതിൻ്റെ ആളിൽപ്പെട്ടവനാവൂല. അഥവാ മിൻ അഹ്ലിസുന്ന, മിൻ അഹ്ലിഹ എന്ന് പറഞ്ഞാൽ മിൻ അഹ്ലിസുന്ന. അപ്പോൾ വമിന സുന്നത്തിൽ ലാസിമ, അനിവാര്യമായും അംഗീകരിക്കേണ്ട അഖീദയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മൻ തറക മിൻഹാ ഖസ്ലതൻ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്. അപ്പോൾ അനിവാര്യമായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് ഉൾക്കൊള്ളുന്ന ആളുകൾ വിശ്വസിച്ച് അംഗീകരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. കാരണം അതിനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ സുന്നത്തുകൾ ലം യഖ്ബൽഹാ വയുമിൻ ബിഹ, അത്തരം സുന്നത്തുകളിൽ, അത്തരം ഖസ്ലത്തുകളിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ലം യകുൻ മിൻ അഹ്ലിഹ, അവർ അഹ്ലുസുന്നയുടെ ആളുകളിൽ പെടുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ്, അഥവാ വമിന സുന്നത്തി ലാസിമ, അതിൽപ്പെട്ട ഒന്നാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിലുള്ള വിശ്വാസം, അതിൻ്റെ ഖൈറിലും അതിൻ്റെ ഷർറിലും, അഥവാ നല്ലതായിട്ടുള്ളതും ഷർറായിട്ടുള്ളതുമെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹു ഖദറാക്കിയതാണ് എന്ന് വിശ്വസിക്കണം. വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ ഒക്കെ സത്യപ്പെടുത്തണം. വത്തസ്ദീഖു, സത്യപ്പെടുത്തണം, ബിൽ അഹാദീസി ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ. വൽ ഈമാനു ബിഹാ, അതിൽ വിശ്വസിക്കുകയും വേണം. ആ ഹദീസുകളിലും ആ ഹദീസിൻ്റെ കണ്ടൻറ്റുകളിലും വിശ്വസിക്കണം. ലാ യുഖാലു ലിമ, ഒരിക്കലും പറയപ്പെടരുത് അല്ലെങ്കിൽ ചോദിക്കരുത്. ലിമ, എന്തുകൊണ്ട്, എന്തുകൊണ്ടങ്ങനെ. അതേപോലെ തന്നെ വലാ കൈഫ, എങ്ങനെ, എന്തുകൊണ്ട് എങ്ങനെ എന്നൊന്നും അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ലൈസ ഫി സുന്നത്തി ഖിയാസ്, സുന്നത്തിൽ ഖിയാസില്ല. ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ, ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹ, അതിൽ സത്യപ്പെടുത്തലും വിശ്വസിക്കലുമല്ലാതെ
വേറെ കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാനില്ല. ഹദീസുകൾ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടാൽ എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യമില്ല. മറിച്ച് അതിനെ സത്യപ്പെടുത്തി അതിൽ വിശ്വസിക്കുക. വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസി, ഒരു ഹദീസിൻ്റെ തഫ്സീർ ഒരാൾക്കറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അഖീദയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ, ഇവിടെ അൽ ഹദീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാത്രമല്ല, ഈ വിഷയത്തിൽ വന്ന ഫഇന്ന അഹ്സനൽ ഹദീസി കിതാബുല്ലാഹ്, ഹദീസുകളിൽ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കിതാബാണ്. അപ്പോൾ ഖുർആനിലും ഹദീസിലും വന്ന ഖുർആനിക വചനങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ, അതിൻ്റെ തഫ്സീർ എന്താണ് എന്നൊരാൾക്ക് അറിയില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നറിയില്ലെങ്കിൽ, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസി വയബ്ലുഗുഹു ആഖുലുഹു, ഒരുപക്ഷെ നുസ്ഖയിൽ നിങ്ങളുടെ കയ്യിലുള്ള കോപ്പിയിൽ അഖലഹു എന്നായിരിക്കും ബിഫത്ഹില്ലാമി. എന്നാൽ അധിക മുഹഖിഖുകളും സ്ഥിരപ്പെടുത്തിയത് വയബ്ലുഗുഹു ആഖുലുഹു, അഖുലുഹു. അയാളുടെ ബുദ്ധിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ വിഷയത്തിൻ്റെ അർത്ഥം, ആശയം അതിലേക്ക് അയാളുടെ അഖല് എത്തുന്നില്ലെങ്കിൽ ഫഖദ് കുഫിയ ദാലിക്, അയാൾക്കത് മതിയാകുന്നതാണ്. ഫഖദ് കുഫിയ ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഐ കഫാഹുല്ലാഹു ദാലിക്, അള്ളാഹു അയാൾക്ക് അതിനെ അത്രേ മതിയാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ മതിയാക്കിയാൽ മതി. വ ഉഹ്കിമ ലഹു, അയാൾക്ക് അതിൻ്റെ ഹുക്മ് അതല്ലെങ്കിൽ അത് സ്ഥിരപ്പെടുത്തി അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആയത്തിലൂടെ ഹദീസിലൂടെ ഇഹ്കാം ചെയ്ത് കഴിഞ്ഞു, സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ഈ കാര്യം ഇങ്ങനെയാണ്, ഖദറിൻ്റെ വിഷയം ഇങ്ങനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു. ഒരാൾക്കതിൻ്റെ തഫ്സീർ മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അയാളിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായി. അയാളുടെ ബുദ്ധിക്ക് അത് വ്യക്തമാകണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫഖദ് കുഫിയ ദാലിക് എന്ന് പറയാനുള്ള കാരണം. ഫഖദ് കുഫിയ ദാലിക്, അയാൾക്ക് അത് മതി. കാരണം അള്ളാഹു അത്രയേ അയാൾക്ക് തക്ലീഫ് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥവും ആശയവും വ്യാഖ്യാനവും ആന്തരികമായ ഹിക്മത്തും കണ്ടെത്താൻ അള്ളാഹു അയാളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. വ ഉഹ്കിമ ലഹു, ആ വിഷയത്തിൻ്റെ ഹുക്മ് അത് എന്താണ് എന്ന് കൃത്യമായി അയാൾക്ക് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ചെയ്യാനുള്ളത് ഫഅലൈഹിൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു, അയാൾക്ക് പിന്നെ ചെയ്യാനുള്ളത് അതിൽ വിശ്വസിക്കലും അതിന് കീഴൊതുങ്ങലുമാണ്. അല്ലാതെ ലി അല്ലാ യബ്ഹസ അൻഹ, ഉലമാക്കൾ പറഞ്ഞത് അതാണ്. ലി അല്ലാ യബ്ഹസ, അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് അത് എത്തിപ്പെടാനോ അവർക്കതിൻ്റെ തഫ്സീർ മനസ്സിലാക്കാനോ കഴിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവരിൽ നിന്ന് അത് ഉദ്ദേശിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ കഴിവിൽപ്പെടാത്തത് അള്ളാഹു പറയൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഖദറിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ലേ? അതേപോലെ വന്നിട്ടുള്ള ഒരുപാട് ഹദീസുകൾ, അള്ളാഹുവിൻ്റെ അസ്മാഇകൾ, അള്ളാഹുവിൻ്റെ ധാരാളം സിഫാത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നുസൂൽ, അള്ളാഹു ഇറങ്ങുമെന്നത്, അള്ളാഹുവിൻ്റെ കൈ എന്നത്, അള്ളാഹുവിൻ്റെ വിരലുകൾ എന്നുള്ളത്, അള്ളാഹുവിൻ്റെ കാലുകൾ എന്നുള്ളത്, അതേപോലെ തന്നെ ഖബറിലെ ശിക്ഷ, സിറാത്ത്, മീസാൻ തുടങ്ങി യുക്തിവാദികളായ ആളുകൾ നിഷേധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ യുക്തിക്ക് യോജിക്കുന്നില്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവരിൽ നിന്ന് അത് ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തായുള്ളൂ? അൽ ഈമാനു വത്തസ്ലീമു വത്തസ്ദീഖ്, വിശ്വസിക്കുക, സത്യപ്പെടുത്തുക, അതിന് കീഴൊതുങ്ങുക, അത്രേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ രഹസ്യം കണ്ടെത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. പുരുഷന്മാർ സ്വർണം ധരിക്കാൻ പാടില്ല, അതിൻ്റെ ഹിക്മത്ത് കണ്ടെത്താൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം ശറഇൻ്റെ ഒരു വിഷയത്തിലെയും ഹിക്മത്ത് അറിഞ്ഞാൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ അത് കണ്ടെത്താൻ നാം ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ മിസ്ലു ഹദീസി സ്വാദിഖിൽ മസ്ദൂഖി, മിസ്ലു ഹദീസി അസ്വാദിഖിൽ മസ്ദൂഖ്. ഇവിടെ അസ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്.
അവിടെ സാദിഖുൽ മസ്ദൂഖ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആ ഹദീസ് പറയുമ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് എന്താണ്? വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്. നബിയെ വിശേഷിപ്പിച്ചത് എന്താണ്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സാദിഖാണ്, സത്യമേ പറയൂ. അൽ മസ്ദൂഖ്, അള്ളാഹു സുബ്ഹാനഹു വതആല നബിയെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, നബിയുടെ റിസാലത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിനെ അള്ളാഹു തെളിവുകൾ കൊണ്ട് സമർത്ഥിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഏതാണ് ആ ഹദീസ്? നമുക്കറിയാം, നമ്മൾ അൽ അർബഊന നവവിയയിൽ ഞാനത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായി, നമ്മളൊക്കെ കേട്ടതാണ്. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. നിങ്ങളിൽ ഏതൊരാളും അവൻ്റെ ഉമ്മയുടെ വയറ്റിൽ 40 ദിവസം നുത്ഫയായി, പിന്നെ അത്ര തന്നെ അലക്കയായി, മുദ്ഗയായി, അങ്ങനെ 120 ദിവസം കഴിഞ്ഞാൽ സുമ്മ യുൻഫഖു ഫീഹി റൂഹു, റൂഹിനെ ഊതപ്പെടും. അങ്ങനെ വയുക്തബു ബി 4 കലിമാത്തിൻ, 4 കലിമത്തുകൾ എഴുതപ്പെടും. ഒന്ന് റിസ്ഖ്, അജൽ, അതേപോലെ തന്നെ ഷഖിയാണോ സഈദാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ വിഷയത്തിൽ എഴുതപ്പെടുന്നതാണ്. സ്വർഗത്തിലാണോ നരകത്തിലാണോ, അതേപോലെ തന്നെ അയാളുടെ അമൽ, എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്ന അമൽ, ഇങ്ങനെ 4 കാര്യങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെടുന്നുണ്ട്. എപ്പോഴാണ് മരിക്കുക അത് എഴുതപ്പെട്ട് കഴിഞ്ഞു. സ്വർഗക്കാരനാണോ എന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് എഴുതപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള കോപ്പിയാണ്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആ ഹദീസാണ് ഇവിടെ ഉദ്ദേശം, മിസ്ലു ഹദീസ് സാദിഖിൽ മസ്ദൂഖ്. മാത്രമല്ല ഹദീസിലുണ്ട്, ഒരാൾ ഒരു അമല് ചെയ്യും, അയാളും സ്വർഗവും തമ്മിൽ ഒരു ജാൻ മാത്രം അകലമായിരിക്കെ അയാൾ പിന്നെ നരകക്കാരൻ്റെ പണിയെടുത്ത് നരകത്ത് പോകും. വേറൊരാൾ നരകക്കാരൻ്റെ പണിയെടുക്കും, എന്നിട്ട് അയാളും നരകവും തമ്മിൽ ഒരു ജാൻ മാത്രം അകലമുണ്ടായിരിക്കെ അയാൾ സ്വർഗക്കാരൻ്റെ പണിയെടുത്ത് സ്വർഗത്തിൽ പോകും. അപ്പോൾ മരിക്കുന്നത് വരെ സ്വർഗത്ത് പോകുന്ന ആളുകളുടെ പണിയെടുത്ത ഒരാൾ മരിക്കാൻ നേരം നരകക്കാരൻ്റെ പണിയെടുത്ത് നരകത്ത് പോകും. നരകക്കാരൻ്റെ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾ മരിക്കാൻ നേരത്ത് സ്വർഗക്കാരൻ്റെ പണിയെടുത്ത് സ്വർഗത്ത് പോകും. അപ്രകാരമാണ് കിതാബിൽ നേരത്തെ ഉള്ളതെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ ആ ഒരു ഹദീസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, മിസ്ലു ഹദീസി സ്വാദിഖിൽ മസ്ദൂഖ്. സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് പറഞ്ഞ ആ ഹദീസ്, അല്ലെങ്കിൽ സ്വാദിഖുൽ മസ്ദൂഖായ നബിയിൽ നിന്ന് വന്ന ഹദീസ്. അതേപോലെ തന്നെ വമിസ്ലു മാ കാന മിസ്ലഹു ഫിൽ ഖദർ, അതേപോലെ തന്നെ ഖദറിൻ്റെ വിഷയത്തിൽ അത്ര തന്നെ വന്നിട്ടുള്ള വേറെയും ഹദീസുകൾ, ധാരാളം ഹദീസുകൾ. വമിസ്ലു മാ കാന മിസ്ലഹു ഫിൽ ഖദർ, ഖദറിൻ്റെ വിഷയത്തിൽ വന്ന അത്തരം ഹദീസുകൾ. അതേപോലെ തന്നെ വമിസ്ലു അഹാദീസി റുഇയത്തി കുല്ലിഹ. ഇവിടെ അറുഇയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് വിശ്വാസികൾ പരലോകത്തും പിന്നെ സ്വർഗത്തിലും കാണുമെന്ന ഹദീസ്. അതാണ് റുഇയ എന്ന് പറയുന്നത്. റുഇയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണുക. കാരണം അള്ളാഹുവിനെ കാണുന്നതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആ വിഷയത്തിലുള്ള എല്ലാ ഹദീസുകളിലും വിശ്വസിക്കുന്നു. വഇൻ നബത് അനിൽ അസ്മാഇ, ചില നുസ്ഖകളിൽ നഅത്ത് എന്നാണുള്ളത്. നഅത്ത് അധികം ആളുകളും സ്ഥിരപ്പെടുത്തിയത് നബത്ത്. അനിൽ അസ്മാഇ വസ്തൗഹശ മിൻഹൽ മുസ്തമിഅ, കേൾക്കുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപരിചിതത്വമായി തോന്നിയാലും ശരി. നബ എന്ന് പറഞ്ഞാൽ നഫറത്ത് ഉണ്ടാവുക എന്നാണ്, വെറുക്കുക. അതല്ലെങ്കിൽ ഇതുവരെ കാണാത്ത കേൾക്കാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വസ്തൗഹശ മിൻഹൽ മുസ്തമിഅ, കേൾക്കുന്ന ഒരാൾക്ക് അപരിചിതത്വം തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കേൾവിക്കാരന് അപരിചിതത്വം തോന്നിയാലും കേൾവികൾക്ക് പുതുമ തോന്നിയാലും വ ഇന്നമാ അലൈഹി അൽ ഈമാനു ബിഹാ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാധ്യത അതിൽ വിശ്വസിക്കലാണ്. വ അല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദ, അതിൽ നിന്ന് ഒരു ഹർഫിനെ പോലും അവർ നിഷേധിക്കാൻ പാടില്ല. ഹദീസുകളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, ഖുർആനിൽ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ താൻ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് അപരിചിതത്വം തോന്നുന്നു,
അല്ലെങ്കിൽ ഇത് വിചിത്രമായ വന്യമായ ഒരു കാര്യമാണ് എന്ന് തോന്നിയാൽ പോലും അതിൽ വിശ്വസിക്കലല്ലാതെ അതിൽ നിന്ന് ഒരു ഹർഫിനെ പോലും നിഷേധിക്കാൻ പാടില്ല. വഗൈറഹ മിനൽ അഹാദീസിൽ മഅ്സൂറാത്ത്, അതേപോലെ തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു ഹദീസുകൾ, അനി സിഖാത്തി, ആരിൽ നിന്ന്? സിഖാത്തുകളിൽ നിന്ന്, വിശ്വസ്തരിൽ നിന്ന്. ദുർബല ഹദീസ് സ്വീകരിക്കണ്ട, സ്വഹീഹായത് സ്വീകരിച്ചാൽ മതി. ദുർബലമായ ഹദീസ്, മൗളൂആയ ഹദീസ് അതൊന്നും സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ സ്വഹീഹായ ഹദീസ്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. വഗൈറഹ മിനൽ അഹാദീസിൽ മഅ്സൂറാത്തി അനി സിഖാത്ത്, വിശ്വസ്തരായ സ്വഹീഹായ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നത് അത്തരം ഹദീസുകളിൽ വഅല്ലാ യുഖാസിമ അഹദൻ, ഒരാളുമായി പിന്നെ അതിൽ തർക്കിക്കാൻ നിൽക്കരുത്. അഹ്ലുസുന്നയുടെ ഒരാൾ അത്തരം ഹദീസ് വെച്ച് അഹ്ലുസുന്നയോട് തർക്കിക്കരുത്. വലാ യുനാദിറഹു, മുനാദറ നടത്തരുത്, അവിടെ സംവാദത്തിന് പ്രസക്തിയില്ല. വലാ യതഅല്ലമൽ ജിദാല, അവർ തർക്കം പഠിക്കരുത്. വലാ യതഅല്ലമൽ ജിദാല, നമ്മൾ നേരത്തെ പഠിച്ചു, തർക്കവിതർക്കം, മൻതിഖ്, തർക്കശാസ്ത്രം, അങ്ങനെ ഒരു ശാസ്ത്രം തന്നെ ഉണ്ട്, തർക്കശാസ്ത്രം. അത് പഠിക്കാൻ പോയിരുന്നു പലരും. അങ്ങനെ പഠിച്ച ആളുകളാണ് ബിദ്അത്തിൻ്റെ മുഴുവൻ കക്ഷികൾക്കും നേതൃത്വം കൊടുത്തത്. തർക്കശാസ്ത്രം പഠിച്ചവരാണ്. തർക്കശാസ്ത്രം പഠിക്കുന്നത് നല്ലതല്ല, തർക്കശാസ്ത്രം പഠിക്കുന്നത് നല്ലതല്ല. അതാണ് വലാ യതഅല്ലമൽ ജിദാൽ, ജിദാൽ പഠിക്കരുത്. ഫഇന്നൽ കലാമ ഫിൽ ഖദരി വറുഅയതി വൽ ഖുർആനി വഗൈരിഹാ മിനസ് സുനനി മക്റൂഹുൻ വമൻഹിയുൻ അൻഹു, ഖദറിൻ്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ അർറുഇയ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന കാര്യം, അതേപോലെ തന്നെ വൽ ഖുർആൻ, ഖുർആനിൻ്റെ വിഷയത്തിൽ, ഖുർആൻ്റെ വിഷയത്തിലുള്ള തർക്കം എന്താണെന്ന് നമുക്ക് വരും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണോ സൃഷ്ടിയാണോ തുടങ്ങിയ ചർച്ച. വഗൈരിഹാ മിനസ് സുനനി, അതേപോലെ തന്നെ മറ്റു സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ തർക്കിക്കുക, അതിൽ സംസാരിക്കുക എന്നുള്ളത് മക്റൂഹുൻ, വെറുക്കപ്പെട്ടതാണ്. വമൻഹിയുൻ അൻഹു, അത് നിരോധിക്കപ്പെട്ടതാണ്, ഹറാമാണ്. കേവല കറാഹത്തല്ല, അത് വിലക്കപ്പെട്ടതാണ്. ലാ യകൂനു സാഹിബുഹു, അത്തരം തർക്കങ്ങളുടെ ആളുകൾ ആവുകയില്ല. വ ഇൻ അസാബ ബി കലാമിഹി അസ്സുന്ന, അയാൾ തർക്കിക്കുമ്പോൾ ചിലതെങ്കിലും സുന്നത്തിനോട് യോജിച്ചതായിരിക്കും. എന്നാൽ പോലും മിൻ അഹ്ലി സുന്ന, അയാൾ അഹ്ലുസുന്നയുടെ ആളിൽ പെടുകയില്ല. ഹത്താ യദഅൽ ജിദാല വയുഅ്മിന ബിൽ ആസാർ, അയാൾ തർക്കം ഒഴിവാക്കുകയും അസറുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ. അപ്പം ഇവിടെ പ്രത്യേകം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലാ യകൂനു സാഹിബുഹു വ ഇൻ അസാബ ബി കലാമിഹി അസ്സുന്നത മിൻ അഹ്ലി സുന്ന. ഉദ്ദേശം ലാ യകൂനു സാഹിബുഹു മിൻ അഹ്ലി സുന്ന, തർക്കശാസ്ത്രത്തിൻ്റെ ആള് അഹ്ലുസുന്നയിൽ പെടൂല. വ ഇൻ അസാബ ബി കലാമിഹി അസ്സുന്ന, ചിലപ്പോൾ അയാൾ സംസാരിച്ചത് സുന്നത്തിനോട് യോജിച്ച കാര്യം തന്നെയായിരിക്കും. പക്ഷെ അയാൾ അതിന് തിരഞ്ഞെടുത്ത മൻഹജ് റോങ്ങാണ്. അതാണ് വിഷയം. കാരണം കൃത്യമായ മൻഹജിലൂടെ പോകുന്ന ആൾ എപ്പോഴും ശരിയിലായിരിക്കും. എന്നാൽ കൃത്യമായ മൻഹജിലൂടെ പോകാത്തൊരാൾ ചിലപ്പോൾ ശരി പറയും. കാരണം അത് അയാളുടെ തർക്കശാസ്ത്രത്തിനോട് യോജിച്ചതായതുകൊണ്ടാണ്. എന്നാൽ അയാളുടെ യുക്തിക്ക് യോജിക്കാത്തതിനെ അയാൾ തള്ളും. നമ്മുടെ നാട്ടിലെ ചില ആളുകളെ പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് ഇന്നാൾ ഉദ്ധരിച്ച ഹദീസ് ആയതുകൊണ്ട് സിഹറിൻ്റെ വിഷയത്തിൽ ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഹിഷാം ബിൻ ഉർവ എന്ന് പറയുന്ന ആളെ സ്വീകരിക്കാൻ പറ്റൂല, ഖദ്ദാബാണ്. അതേ ആളുകൾ സംഗീതം ഹലാലാണ്, കുഴപ്പമില്ല എന്ന് പറയാൻ ഉദ്ധരിക്കുന്ന ഹദീസ് ആരുദ്ധരിച്ചതാണ്? ഹിഷാം ബിൻ ഉർവ. വേറെ ഹിഷാം ബിൻ ഉർവ ഉദ്ധരിച്ച ധാരാളം വേറെയും ഹദീസ് ഉണ്ട്, അതൊക്കെ അവർ സ്വീകരിക്കും. അതവർ സ്വീകരിക്കുന്നത് അതിൽ അവരുടെ യുക്തിക്ക് എതിരായി ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹിഷാം ബിൻ ഉർവക്ക് പ്രശ്നമല്ല. എന്നാൽ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ഹദീസ് വരുമ്പോഴോ അവർ പല സഹാബികളെയും അവർക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ താബിഈങ്ങളെ, താബിഈങ്ങളെ അവർക്ക് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറ്റിവെക്കും. എന്തുകൊണ്ട്? അതവരുടെ യുക്തിക്ക് യോജിക്കുന്നില്ല. അപ്പോൾ അവർ തർക്കശാസ്ത്രത്തിൻ്റെ ആളുകളാണ്. ചിലതവർ ശരി അംഗീകരിക്കും, പക്ഷെ ആ ശരി അംഗീകരിച്ചത് ഹദീസിലുള്ളത് കൊണ്ടല്ല, അവർക്ക് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. വിയോജിപ്പുള്ള വിഷയം വന്നാലോ അവരുടെ തർക്കശാസ്ത്രം പുറത്തു വരും.
യുക്തിചിന്ത പുറത്തു വരും, ഖിയാസ് പുറത്തു വരും, ദറബുൽ അംസാൽ പുറത്തു വരും. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ലാ യകൂനു സാഹിബുഹു വൈൻ അസാബ ബി കലാമിഹി സുന്ന മിൻ അഹ്ലി സുന്ന. അത്തരം ആളുകൾ അഹ്ലുസുന്നയിൽ പെടൂല. പല വിഷയത്തിലും അവർ സുന്നത്തിനോട് യോജിച്ച നിലപാടെടുത്താലും ശരി. ഏതുവരെ? ഹത്ത യദ അൽ ജിദാൽ, അവർ ജിദാലിനെ ഒഴിവാക്കിയിട്ട്, തർക്കശാസ്ത്രം ഒഴിവാക്കിയിട്ട്, വയുഗ്മിന ബില്ലാസാർ, ഹദീസുകളിൽ വിശ്വസിക്കുന്നത് വരെ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വളരെ കൃത്യമാണ്. അദ്ദേഹം പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ചില മൻഹജുണ്ട്, ചില അഖീദകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച അഖീദകളാണ്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അത് ബുദ്ധിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും, അതിൻ്റെ തഫ്സീറുകൾ അറിയില്ലെങ്കിലും അത് വിശ്വസിച്ചേ മതിയാകും. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവരിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഫഖദ് കുഫിയ ദാലിക വ ഉഹ്കിമ ലഹു, അള്ളാഹു അവർക്ക് ആ ഹദീസുകൾ അവരിലേക്ക് എത്തിയോ അത്രേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിച്ചാൽ മതി. അതിൽ ഗവേഷണം നടത്താൻ അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ വിരലുകൾ, അള്ളാഹുവിൻ്റെ കൈ, അതെങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. കൈയുണ്ട് എന്നുള്ളത് അവർക്ക് ഉഹ്കിമലഹു, പറയപ്പെട്ടിട്ടുണ്ട്. ഫഖദ് കുഫിയ ദാലിക് കഫാ ബിദാലിക്, കഫാ ബിദാലിക്, അത്ര മതി, അതിനപ്പുറത്തേക്ക് വേണ്ടതില്ല. അങ്ങനെ വിശ്വസിക്കുക. അതാണ് സാദിഖുൽ മസ്ദൂഖ് എന്ന് അബ്ദുല്ലാഹ് മസ്ഊദ് വിശേഷിപ്പിച്ചു കൊണ്ടുവന്ന ഹദീസിലുള്ളത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളുടെ അമല്, അജല്, റിസ്ഖ് സ്വർഗത്തിലാണോ നരകത്തിലാണോ, അങ്ങനെ ഉണ്ട്. നാം അതിൽ വിശ്വസിക്കുന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ പിന്നെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ചോദ്യമല്ല, അതിൽ വിശ്വസിക്കുക. അതാണ് അൽ ഈമാൻ ബിൽ ഖദർ. അപ്പോൾ ഖദറിലുള്ള ഈ ഒരു വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖദറാക്കിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അഖീദയുടെ, നമ്മുടെ മൻഹജിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. ഉസൂലു സുന്നത്തി ഇൻദന, നമ്മുടെ അടുക്കലുള്ള ഉസൂലു സുന്നയുടെ അല്ലെങ്കിൽ വമിന സുന്നത്തി ലാസിമ, ലാസിമായ സുന്നത്തിൽപ്പെട്ടതാണ്, അഖീദയിൽപ്പെട്ടതാണ് അൽ ഈമാനു ബി അൽ ഖദർ, ഖൈരിഹി വശർരിഹി, അതിൻ്റെ ഖൈറിലും ഷർറിലും. സൂറത്തുൽ ഖമറിലെ 49 കാണാം, ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളെയും നാം ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആദ്യം ഖദറാക്കിയിട്ട് പിന്നെയാണ് സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളെയും, കുല്ല ഷൈ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്നും ഒഴിവല്ല. ദർ ഈസ് നോ എക്സെപ്ഷൻ, ഒരു എക്സെപ്ഷനും അതിലില്ല. എല്ലാം എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാം ഖലഖനാഹു ബിഖദർ, ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ കൃത്യമായി അറിഞ്ഞിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഫിർഔനിനെ അള്ളാഹു സൃഷ്ടിച്ചത് നരകത്തിലേക്കാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്കാണ്. ക്ലിയറാണ്. സൂറത്തുൽ അഹ്സാബിലെ 38 കാണാം, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. വകാന അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യം, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ തീരുമാനങ്ങൾ, ഖദറൻ മഖ്ദൂറാ, അത് മഖ്ദൂറാക്കപ്പെട്ട ഖദറാണ് എന്നാണ്, നിർണയിക്കപ്പെട്ട ഖദറുകളാകുന്നു. സൂറത്തു ത്വലാഖിലെ 3 കാണാം, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അള്ളാഹു എല്ലാറ്റിനും ഒരു അളവ്, ഒരു ഖദർ, ഒരു തോത് നിശ്ചയിച്ചിട്ടുണ്ട്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഖദറിലുള്ള വിശ്വാസമാണ് ഹദീസ് ജിബ്രീലിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. ഹദീസു ജിബ്രീൽ നമുക്ക് മഷ്ഹൂറായ ഹദീസാണ്.
യഥാർത്ഥത്തിൽ ആ വന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇസ്ലാമിനെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച്, ഇഹ്സാനിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ ഈമാനിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അതാണല്ലോ നമ്മുടെ ആകത്തുക. ഒരാൾ മുസ്ലിം ആവുന്നത് സത്യവിശ്വാസം സ്വീകരിക്കുമ്പോഴാണ്, ഈമാൻ സ്വീകരിക്കുമ്പോഴാണ് മുഅ്മിനായിത്തീരുന്നത്. എന്താണ് ആ ഈമാൻ? അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഖദറിൻ്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഖദറിലും വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മലക്കുകളിലും വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ പരലോകത്തിൽ വിശ്വസിക്കണം. അതേപോലെ ഖലാ ഖദറിൽ വിശ്വസിച്ചിരിക്കണം. ഖലാ ഖദറിൽ വിശ്വസിക്കാതെ ഒരാൾക്കും സത്യവിശ്വാസിയാവാൻ കഴിയില്ല, യഥാർത്ഥ മുസ്ലിം ആവാൻ കഴിയില്ല. ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഹദീസിൽ ഇത് ഒരുമിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് 5 കാര്യങ്ങളെ ഒരു സ്ഥലത്ത് കാണാം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. 5 കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖദറിൻ്റെ പ്രാധാന്യം കൊണ്ട് ഖദറിനെ അള്ളാഹു വേറെ തന്നെയാണ് എടുത്തു പറഞ്ഞത്. അതാണ് ഈ ആയത്തുകളൊക്കെ. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ. ഉപരിലോകത്തുനിന്ന് മഴ പെയ്യുന്നത് പോലും ഒരു ഖദർ അനുസരിച്ചാണ്. അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച കാര്യമാണ്. അതനുസരിച്ചാണ് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് വീഴുന്നത്. ഒക്കെ ഖദറാണ്. അപ്പോൾ ഖുർആനും നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകൾ, വേറെയും ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെല്ലാം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വാസികൾക്ക് ഒരു ആയത്തും ഒരു ഹദീസും തന്നെ ധാരാളമാണ്. ഖദറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.